എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും വയനാട് ഡിവിഷൻ ചാനലും ചേർന്ന് അവതരിപ്പിക്കുന്ന ആരോഗ്യ ദർശനത്തിൻ്റെ പുതിയ എപ്പിസോഡാണ് നമ്മളിപ്പോൾ ആരംഭിക്കുന്നത്. ഇപ്പോൾ എല്ലാ എപ്പിസോഡ്സിലും നമ്മൾ വിവിധ വിഷയങ്ങളെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ഓരോ വിഷയങ്ങളും ആരോഗ്യപരമായ അറിവുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വേദനരഹിത പ്രസവം ഈ ഒരു വിഷയത്തിലാണ്. അതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ അർജുൻ, അസോസിയേറ്റ് പ്രൊഫസറാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അനസ്തേഷ്യോളജി. നമുക്ക് സ്വാഗതം ചെയ്യാം ആരോഗ്യ ദർശനത്തിലേക്ക്. ഡോക്ടറെ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഒരു രീതിയാണ് വേദനരഹിത പ്രസവം എന്നുള്ളത്. പക്ഷേ നമ്മളെ വയനാട്ടിൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ വേദനരഹിത പ്രസവം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ നിർവചിക്കാം? അതായത് സാധാരണഗതിയിൽ പേഷ്യൻസ് എല്ലാം പറയാറുള്ളത് സുഖപ്രസവം എന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ പ്രസവം എന്ന് പറയുന്നത് ഒരിക്കലും സുഖകരമായ അനുഭവമല്ല അമ്മയെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മളൊരു വേദനയുടെ സ്കെയിൽ 1 മുതൽ 10 വരെ എന്ന രീതിയിൽ കണക്കാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം 10 എന്ന രീതിയിലെങ്കിലും പ്രസവ സമയത്ത് വേദന അനുഭവിക്കുന്നുണ്ടാവും പ്രസവിക്കുന്ന സ്ത്രീകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ചിന്താഗതിയാണ്. അങ്ങനെ പ്രസവമാണെങ്കിൽ അത് സുഖപ്രസവമായിരിക്കണം, അല്ലെങ്കിൽ വേദന അനുഭവിക്കണം. സിസേറിയൻ ഇല്ലാതെ പ്രസവിക്കുന്നതിനാണ് സുഖപ്രസവം. അതെ, അങ്ങനെ പറയുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ പേഷ്യൻസിന് സുഖകരമായ സംഭവമല്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും സുഖകരമായ സംഭവമല്ല. അപ്പോൾ ശരിക്കും നമ്മളുടെ സുഖം എന്ന് പറയുന്നത് വേദനരഹിതമായി എങ്ങനെ പ്രസവം നടത്തിക്കാം എന്നതിനുള്ളൊരു ചികിത്സയാണ് വേദനരഹിതമായ പ്രസവം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് പറയുന്ന പേര്, ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത് ലേബർ എപ്പിഡ്യൂറൽ എന്നാണ്. ലേബർ എന്ന് പറഞ്ഞ പ്രസവത്തിനോട് അനുബന്ധിച്ച സംഭവങ്ങളാണ്. അതിലേക്ക് നമ്മളൊരു എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞ ഒരു സ്പേസ് ഉണ്ട്. അതായത് നമ്മൾ നട്ടലിൻ്റെ അടുത്ത് തന്നെയുള്ള എപ്പിഡ്യൂറൽ സ്പേസ് എന്ന് പറഞ്ഞ അവിടേക്ക് നമ്മളൊരു കത്തീറ്റർ വഴി, അതായത് ഒരു സൂചി വഴി മരുന്ന് തന്നിട്ട് ആ ഭാഗത്തേക്ക് നമ്മൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പ്രസവത്തോടനുബന്ധിച്ച എല്ലാ വേദനകളും കുറഞ്ഞു കിട്ടും. അതിനാണ് സാധാരണ രീതിയിൽ നമ്മൾ പറയുന്ന ലേബർ എപ്പിഡ്യൂറൽ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ അനസ്തേഷ്യ നൽകാറുണ്ടല്ലോ പ്രസവത്തിന് മുൻപ്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമാണ് ഇത്. അങ്ങനെയാണോ? ആ അനസ്തേഷ്യ നോർമൽ ഡെലിവറി ആണ് എന്നുണ്ടെങ്കിൽ അനസ്തേഷ്യ നൽകേണ്ട ആവശ്യം ഉണ്ടാകാറില്ല. സിസേറിയനിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ അനസ്തേഷ്യ നൽകുന്നത്. അത് നമ്മൾ ചെയ്യുന്നത് സബരക്നോയിഡ് ബ്ലോക്ക് അല്ലെങ്കിൽ സ്പൈനൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞ സംഭവമാണ് ചെയ്യുന്നത്. രണ്ടും വ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ടും ഏകദേശം ഒരേ സ്ഥലത്ത് തന്നെയാണ്. ഏകദേശം നട്ടലിനോട് അടുത്തുള്ള 2 സ്പേസുകളാണ്. ഒന്ന് സബരക്നോയിഡ് സ്പേസ് എന്ന് പറയുന്ന സ്ഥലവും ഇത് എപ്പിഡ്യൂറൽ സ്പേസ് എന്ന് പറയുന്ന സംഭവമാണ്. ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സബരക്നോയിഡ് സ്പേസ് നമ്മൾ സ്പൈനൽ അനസ്തേഷ്യ തന്ന് സിസേറിയൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്നുള്ളൊരു പ്രോസസ്സാണ്. അതായത് നമ്മൾ മരുന്ന് കൊടുക്കുന്നു, ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ മരുന്ന് ആക്ട് ചെയ്യുന്നു, പേഷ്യൻ്റ് വേദന ഇല്ലാതെയാവുന്നു, നമ്മൾ സിസേറിയൻ ചെയ്യുന്നു, കുട്ടിയെ പുറത്തെടുക്കുന്നു. ഇത് എന്ന് പറയുന്നത് ലേബർ അനാലസിയ എന്ന് പറയുന്നത് നമ്മൾ അവിടേക്ക് ഒരു ഏകദേശം പേഷ്യൻ്റ് നോർമൽ ഡെലിവറിക്കായി പ്രിപ്പയർ ചെയ്യുന്ന പേഷ്യൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ശരിക്കും എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പ്രസവത്തിന് ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ഇതിന് ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിന് മുന്നേ തന്നെ ഒരു അനസ്തീഷ്യോളജിസ്റ്റിനെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കണം. അതായത് ഒരു PAC, പ്രീ അനസ്തറ്റിക് ചെക്കപ്പ് എന്ന് പറയും. അതായത് നമ്മൾ ഈ പേഷ്യൻറ്റിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഈ പ്രക്രിയ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കാം. അത് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. അത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, കോയാഗുലേഷൻ പ്രൊഫൈൽ എന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ട്. നോർമലായി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, പ്രത്യേക ടെസ്റ്റുകളൊന്നും തന്നെയല്ല. കാരണം അങ്ങനത്തെ ടെസ്റ്റുകളെല്ലാം നോർമലായി കഴിഞ്ഞാൽ നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നു എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ ഇതൊരു ഇലക്റ്റീവായൊരു പ്രൊസീജിയറാണ്, ഒരു എമർജൻസി അല്ല. ഇതൊരു പെട്ടെന്നൊരു ആൾ വരുന്നു അപ്പോൾ എപ്പിഡ്യൂറൽ ഇടുന്നു, അങ്ങനെയല്ല സംഭവിക്കുന്നത്. നമ്മൾ പേഷ്യനോട് പറഞ്ഞ് മനസ്സിലാക്കും എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രക്രിയ. ഇതൊരു ഡൗട്ട് അതിനിടയ്ക്ക്, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് പെട്ടെന്ന് പ്രസവ വേദനയായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്ന കേസസ് ഉണ്ടല്ലോ, ആ കേസിലും ഇത് പേഷ്യൻ്റ് റിക്വസ്റ്റ് ആക്ച്വലി ഒരു ഇൻഡിക്കേഷനാണ്. അതായത് പേഷ്യൻ്റ് പറയുകയാണ് എനിക്കത് വേണമെന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ നമുക്ക് ആവുകയില്ല. ആ സമയത്തും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അവർ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും സേഫായ സംഭവം. സേഫ് ആയിട്ടുള്ള കാര്യം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് പറയുകയാണ്, വേദനയുടെ സമയത്ത് പറയുകയാണ് എനിക്കിങ്ങനെ വേണമെന്ന് പറയുകയാണെങ്കിൽ അത് തന്നെ ഇടാനുള്ളൊരു ഇൻഡിക്കേഷനാണ്. ഈവൻ സിസേറിന് അതുപോലെ തന്നെയാണ്. ഒരു പേഷ്യൻ്റ് പറയുകയാണ് എനിക്ക് സിസേറിന് വേണമെന്ന് പറയുമ്പോൾ അത് പറ്റില്ല എന്ന് പറയേണ്ട ആവശ്യം നമുക്കില്ല. അത് പറ്റും എന്നുണ്ടെങ്കിൽ അതിനോടുള്ള അനുബന്ധിച്ചായ റിസ്ക്കുകൾ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് മാത്രമേ ഉള്ളൂ. ചില പേഷ്യൻസിന് ചിലപ്പോൾ നമുക്ക് സിസേറിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, സിസേറിനല്ല അനസ്തേഷ്യ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ റിസ്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. എല്ലാ പേഷ്യൻ്റെയും ഒരുപോലെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ അനസ്തേഷ്യ നൽകുന്നത് നട്ടെല്ലിലാണ് എന്ന്
പറഞ്ഞു കേട്ടതാണ്. ഇപ്പോൾ പല പേഷ്യൻസും അങ്ങനെ പറയാറുണ്ട്, നട്ടെല്ലിലാണ് ഈ ചർച്ച ചെയ്യുമ്പോൾ പറയാറുണ്ട്. അപ്പോൾ ആരോഗ്യരംഗത്തെക്കുറിച്ച് എല്ലാവർക്കും അതുപോലെ കൃത്യമായ അറിവുണ്ടാവില്ല, പറഞ്ഞു കേട്ട അറിവുകളാണ്. അതിൻ്റെ ഒരു യാഥാസ്ഥിതി നട്ടലിലല്ല, നട്ടലിനോടനുബന്ധിച്ചുള്ള സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷുമ്നാ നാഡി, അവിടേക്കാണ് അവിടെ ഒരു രണ്ട് തരത്തിൽ കൊടുക്കാറുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ പറയുന്ന ഈ നട്ടലിന് കുത്തുന്ന സൂചി എന്ന് പറയുന്നത് സ്പൈനൽ അനസ്തേഷ്യ അല്ലെങ്കിൽ സബരക്നോയിഡ് ബ്ലോക്ക് എന്ന് പറയുന്ന സംഭവമായിരിക്കും. അതെങ്ങനെയാ വെച്ചാൽ അവിടെയുള്ള ഒരു സബരക്നോയിഡ് സ്പേസ്, അവിടെയുള്ള സ്പേസിലേക്കാണ് കൊടുക്കുന്നത്. നട്ടലിന് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റില്ല, കാരണം എല്ലിലേക്ക് കുത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറെ വഴിയില്ല പോകാൻ വേണ്ടിയിട്ട്. അതിന് ഇടയിലുള്ള സ്പേസിലാണ് കൊടുക്കുന്നത്. പിന്നെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ചോദ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് നടുവേദന ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഈ അനസ്തേഷ്യ എടുത്തതിന് ശേഷം പലരും നടുവേദന. അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, ഇപ്പോൾ ലേബർ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയ പേഷ്യൻസ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പ്രശ്നങ്ങൾ ഇതിൻ്റെ ബാക്കിയുള്ള കുട്ടിയുടെ വെയിറ്റ് എല്ലാം കൊണ്ട് തന്നെ ഓൾറെഡി നടുവേദന ഉണ്ടായിരിക്കാം. പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഉണ്ടായിരിക്കാം. സ്വാഭാവികമായിട്ടും നമ്മളുടെ പുറത്തൊരാളൊരു സൂചി വെക്കുന്നു, നമുക്കൊരു വേദന വരും, നമ്മളത് അതിനോട് അനുബന്ധിച്ച് പറയും അല്ലേ. നമ്മൾ വീണ് കഴിഞ്ഞ് ഷോൾഡറിലേക്ക് ഒരു തട്ടി കഴിഞ്ഞാൽ നമ്മൾ പറയും ആ തട്ടിയത് കൊണ്ടാണ് വേദന ഉണ്ടായതെന്ന് പറയും. അതുപോലെ തന്നെയാണ് ഈ കുത്തിയത് കൊണ്ടാണ് വേദന ഉണ്ടാകുന്നത് പറയുന്നത്. വേദന ഇല്ല എന്നല്ല പറയുന്നത്, വേദന അത് പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ ഇത് വെച്ചത് കൊണ്ട്, അതായത് ഈ അനസ്തേഷ്യ വെച്ചത് കൊണ്ട് ഭാവിയിൽ നടുവേദന ഉണ്ടായിരിക്കില്ല. ഒരിക്കലും ഉണ്ടായിരിക്കില്ല. അതിനു വേണ്ടിയുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഇഷ്ടം പോലെ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അതിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്, അല്ല വെറുതെ എന്തെങ്കിലും പറയുക. നമ്മളെല്ലാ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്ഥാപിക്കുമ്പോൾ അനുസരിച്ചുള്ള സ്റ്റഡികൾ ഉണ്ടായിരിക്കും. അതായത് പല ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ പല പേഷ്യൻസിന് പല സാഹചര്യങ്ങൾ ചെയ്ത സ്റ്റഡീസിലെല്ലാം തന്നെ തെളിയിക്കപ്പെട്ട കാര്യമാണിത്. ഇത് വെച്ചത് കൊണ്ട് വേദന ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളത്. ഓക്കെ, ഇനി അനസ്തേഷ്യ നൽകുന്നത് കൊണ്ട് വേറെന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് അല്ലെങ്കിൽ ഈ എടുത്തിട്ടുള്ള ഗർഭിണിയായ സ്ത്രീക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും? ഇല്ല, അങ്ങനത്തെ യാതൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഇത് പൂർണ്ണമായും ഗർഭിണിക്ക് അമ്മയ്ക്കും കുഞ്ഞിനും സേഫായൊരു ടെക്നിക്കാണ് ചെയ്യുന്നത്. ഇത് കാരണം കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. മാത്രമല്ല ആക്ച്വലി ഈ ലേബർ പെയിൻ എന്ന് പറയുന്നത്, ഈ വേദന തന്നെ ശരിക്കും ബോഡിയിൽ കുറേ കാറ്റക്കോളമീൻസ് ഒക്കെ സെക്രീറ്റ് ചെയ്തിട്ട് സ്ട്രെസ് ആകുന്നൊരു കണ്ടീഷനാണ് ഉള്ളത്. അപ്പോൾ വേദന എത്രത്തോളം കുറയുന്നു അത്രത്തോളം ഈ പ്രസവം സുഖകരമായി മാറുകയും ഇതിനോടനുബന്ധിച്ച് സ്ട്രെസ് കുറയുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ വേദനരഹിത പ്രസവം ചെയ്യുന്നതിലൂടെ കുറേ അധികം സ്ട്രെസ് കുറഞ്ഞ് കുറേ കൂടി ബോഡി പെയിൻ കുറയുമ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള വേദന, അതായത് ബോഡിക്ക് സ്ട്രെസ് ആണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും അത് ലേബറിൽ അതിനുള്ള മാത്രമല്ല പറയുന്നത്, എല്ലാ കാര്യത്തിനും സ്ട്രെസ് ആണ്. അപ്പോൾ വേദന ഒഴിവാക്കുക എന്ന് പറയുന്ന അനസ്തേഷ്യയുടെ ഒരു പരമമായ ഒരു കർത്തവ്യമാണ്. അപ്പോൾ പ്രത്യേകിച്ചും ലേബർ അനാൽജസിസ് ചെയ്യുമ്പോൾ അതിൽ ലേബർ പെയിൻ ഒഴിവാക്കുമ്പോൾ തന്നെ പേഷ്യന് മാനസികമായും ശാരീരികമായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ ശസ്ത്രക്രിയ ചെയ്യേണ്ട ഇതുപോലെയുള്ള പ്രഗ്നൻസി കേസുകളിലും വേദനരഹിത പ്രസവത്തിലേക്ക് ചെയ്യേണ്ട കേസുകളിലും അനസ്തേഷ്യ നൽകുന്ന അളവിനൊക്കെ വ്യത്യാസമുണ്ട്, അങ്ങനെയുണ്ടോ? രണ്ട് തരത്തിലുള്ള മരുന്നുകളാണ് തരുന്നത്. ഇതിൽ കുറഞ്ഞ അളവിലുള്ള ഡോസിലുള്ള മരുന്നുകളാണ് കൊടുക്കുന്നത്. ലേബർ എപ്പിഡ്യൂറലാണ് എന്നുണ്ടെങ്കിൽ. ഇനി എങ്ങാനും എന്തെങ്കിലും കാരണവശാൽ, നമ്മൾ സാധാരണഗതിയിൽ ലേബർ എപ്പിഡ്യൂറൽ കൊടുക്കുന്നത് നോർമൽ ഡെലിവറിക്ക് വരുന്ന പേഷ്യൻസിനാണ്. എന്നാലും എന്തെങ്കിലും വേറെ കാരണങ്ങൾ കൊണ്ട് അത് സിസേറിയനിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഇട്ടുവെച്ച കത്തീഡ്രൽ കൂടെ തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ ഡോസിൽ മരുന്ന് നൽകിയിട്ട് നമുക്ക് സിസേറിയനായിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. രണ്ടാമത് സൂചി വെക്കേണ്ട ആവശ്യം ഉണ്ടാവുന്നില്ല. അത് ഒരു ഡൗട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ വേദനരഹിത പ്രസവത്തിന് നമ്മൾ ചെയ്തു, അവർക്ക് അവിടെയും അങ്ങനെ സാധിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യും? വേദനരഹിത പ്രസവത്തിന് അവർ കറക്റ്റായിട്ട് പ്രസവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് അപ്പോൾ തന്നെ ശസ്ത്രക്രിയയിലേക്ക് പോകാൻ അതായത് ഇത് ഈ കാരണം കൊണ്ട് ഉണ്ടാവുന്നതല്ല, വേറെ കാരണങ്ങൾ കൊണ്ട്, അതായത് കുട്ടി ഇറങ്ങി വരാനുള്ള പ്രയാസം കൊണ്ട്, അങ്ങനെ എന്തെങ്കിലും പ്രയാസം കൊണ്ട് നമ്മൾ സിസേറിയനിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഇട്ടുവെച്ച കത്തീഡ്രൽ കൂടെ തന്നെ നമുക്ക് മരുന്ന് കൊടുത്ത് ഇത് സിസേറിയനായിട്ട് മാറ്റാൻ പറ്റും. രണ്ടാമതൊരു സൂചി വെക്കേണ്ട ആവശ്യം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇനി ഈ വേദനരഹിത പ്രസവം നടന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അവർ വല്ല മെഡിസിൻസ് അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സാധാരണഗതി പ്രസവത്തിന് ശേഷം തന്നെ ആ കുറച്ച് നേരത്തിന് ശേഷം കത്തീഡ്രൽ ഒഴിവാക്കിയിട്ട് നമുക്ക് സാധാരണഗതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. ആകപ്പാടെ ഉണ്ടാകുന്ന കുറച്ച് നേരത്തെ കാലിലേക്ക് ഒരു തരിപ്പ് പോലെയൊക്കെ ഉണ്ടായിരിക്കും, നോർമലുള്ള പോലെ തന്നെ ഉണ്ടായിരിക്കും. അത് വളരെ പെട്ടെന്ന് തന്നെ മാറുന്നതാണ്. ഇതിന് അനുബന്ധിച്ച സൈഡ് എഫക്ട്സ് എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ചിലർക്ക് ഈ മരുന്ന് കൊടുക്കുന്നതിന്, നമ്മൾ കൊടുക്കുന്ന മരുന്നിനോടുള്ള അലർജി ചിലപ്പോൾ വളരെ റെയറായിട്ടുണ്ടായിരിക്കാം. കാലിലേക്ക് ചെറിയ തരിപ്പ് ഉണ്ടാവുക, മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, അതെല്ലാം വളരെ കുറഞ്ഞ നേരത്തേക്ക് മാത്രമാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ അത് എല്ലാം നോർമലായി മാറുന്നതാണ്. ഇപ്പോൾ ഈ പിന്നെ പലരും ചോദിക്കുന്ന വേദനരഹിത പ്രസവം, അതിന് സ്പെഷ്യലായിട്ടുള്ള കോസ്റ്റിൻ്റെ വ്യത്യാസമൊക്കെ ആയിരിക്കും. കോസ്റ്റ് നമുക്ക് അറിയില്ല. നമ്മൾ ആകപ്പാടെ ചെയ്യുന്ന ലേബർ എപ്പിഡ്യൂറലിൻ്റെ കോസ്റ്റ് മാത്രമാണ് ഉണ്ടാവുന്നത്. അത് മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. പിന്നെ അതിനുള്ള പാക്കേജ് വളരെ കുറഞ്ഞ ചിലവിൽ, അതായത് എന്താ പറയുക, നമുക്ക് അഫോർഡബിൾ ആയ റേറ്റിൽ തന്നെയാണ് എല്ലാവരും ചെയ്യാറുള്ളത്. ഒരുപാട് റേറ്റ് വ്യത്യാസം ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. ഒരുപാട് റേറ്റ് ഒരിക്കലും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഈ ശസ്ത്രക്രിയ ആവശ്യമായ ഒരു ലേഡിക്ക് ഇത് നടക്കില്ലല്ലോ അല്ലേ? ശസ്ത്രക്രിയയിലെ ആ പ്രസവം നടക്കുമെന്നുണ്ടെങ്കിൽ
അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നേരെ നമ്മൾ സിസേറിനാണ്, ഇപ്പോൾ പ്രീവിയസ് സിസേറിനായിട്ട് വരുന്ന പേഷ്യൻസ് ആണ്, അല്ലെങ്കിൽ വലിയ കുട്ടിയാണ്, നമുക്ക് നോർമൽ ഡെലിവറി ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ സിസേറിന് നേരിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളിത് ചെയ്യുന്ന ആവശ്യമില്ല. നമ്മൾ നോർമൽ ഡെലിവറി ആണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ലേബർ എപ്പിഡുറൽ സാധാരണഗതി കൊടുക്കാറുള്ളത്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ എങ്ങാനും സിസേറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ വഴി കൂടെ തന്നെ മരുന്നിന്റെ ഡോസ് കൂട്ടി നമുക്ക് സിസേറിലേക്ക് കൺവേർട്ട് ചെയ്യാനും ബുദ്ധിമുട്ടില്ല. ഈ ശസ്ത്രക്രിയ അനിവാര്യമാണ്, അതായത് ഈ പ്രസവം സാധാരണ രീതിയിൽ നടക്കില്ല എന്ന് ഉറപ്പിച്ചൊരു രോഗിക്ക് ഇത് സാധ്യമല്ലല്ലോ. സാധ്യമല്ല, അതിന് ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് വേറെ രീതികൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോപ്പുലേഷൻ, ഉദ്ദേശിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് നോർമൽ ഡെലിവറി ഉള്ള ആൾക്കാർ മാത്രമാണ്. അപ്പോൾ ഈ വേദനരഹിത പ്രസവം ഇപ്പൊ നമ്മുടെ വയനാട്ടിൽ ഇപ്പോൾ എന്താണ് ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ, എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പേഷ്യന്റ് പറയുകയാണ് എനിക്ക് വേദന സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം സിസേറിയൻ വേണമെന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും അല്ലേ. അതായത് ഇത്രയും നേരത്തെ വേദന സഹിക്കാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് സിസേറിയൻ വേണമെന്ന് പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറയുന്നത്. കാരണം വേദന എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം സിസേറിയനിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടാവുന്നില്ല. വേറെ കാരണങ്ങൾ കൊണ്ട് സിസേറിയനിലേക്ക് പോവുകയാണെങ്കിൽ അതിനുള്ളൊരു പ്രതിവിധി അല്ല ഇത്. പക്ഷേ രോഗിക്ക് പറയാണ്, രോഗി വേദന കൊണ്ട് മാത്രം എനിക്ക് സിസേറിയൻ വേണമെന്ന് പറയുമ്പോൾ അത് വേണ്ട, അത് ഒഴിവാക്കാൻ ഇത് മതി, നമ്മൾ നോർമൽ ഡെലിവറി ചെയ്യുകയും ചെയ്യാം, വേദന ഉണ്ടാവുകയും ചെയ്യും. അത് ക്ലിയർ ആയി ഇപ്പോൾ ശരിക്കും. അപ്പോൾ ആ ഒരു ഡൗട്ട് പ്രേക്ഷകർക്ക് ഉണ്ടാവും. ഞാൻ ചോദിക്കുന്നത് നമ്മുടെ വയനാട്ടിലൊക്കെ എത്രത്തോളം ആളുകൾ ഇത് ചെയ്യുന്നുണ്ടോ? എണ്ണം വളരെ കുറവാണ്. നമ്മൾ പക്ഷേ പറയാറുണ്ട്, ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റ് തന്നെ നമ്മളോട് അവർക്ക് ഒരു ഓപ്ഷൻ കൊടുക്കാറുണ്ട്, ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചുരുക്കം ആളുകളിലേക്ക് മാത്രമാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് പറഞ്ഞ പോലെ അധികം ചിലവുകളോ ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല. പക്ഷേ അതിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങൾ എല്ലാം തന്നെ മുൻകൂട്ടി പറഞ്ഞ് കാണുകയാണ് എന്നുണ്ടെങ്കിൽ രോഗിക്കും, അതായത് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പുറത്തൊരു സൂചി വെക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലതാണ് എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ സുഗമമായ പ്രക്രിയ, കംഫർട്ടബിൾ ആയി മാറും. അതാണ് പറയുന്നത്. അപ്പം നമ്മൾ വേദന എന്നുള്ളത് മാത്രമല്ല, പെട്ടെന്ന് വരുന്നു, നമ്മളൊരു സാധാരണ ഇതിൽ പനിക്കൊരു ഇഞ്ചക്ഷൻ വെക്കുന്ന പോലത്തെ അത്ര സിമ്പിളായൊരു സംഭവമല്ല. അതായത് കുറച്ചും കൂടെ എക്സ്പെർട്ടീസ് വേണ്ട, കൃത്യമായി ചെയ്യാൻ അറിയുന്ന ആൾക്കാരുടെ കൃത്യമായ സാഹചര്യങ്ങൾ. കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ, ഈ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് മോണിറ്ററിങ് വേണം. അതായത് ഇതുകൊണ്ട് തന്നെ നമ്മൾ പേഷ്യൻറ്റിനെ നേരെ വിടുകയല്ല ചെയ്യുന്നത്. നമ്മളൊരു ലേബർ റൂമിലോ അല്ലെങ്കിൽ റൂമിലോ വെച്ചിട്ട് പേഷ്യൻ്റെ BP, ഹാർട്ട് റേറ്റ് എല്ലാം മോണിറ്റർ ചെയ്ത് അത് കൃത്യമായി മരുന്നുകൾ കൃത്യമായ അളവിൽ പോകുന്നുണ്ടോ, അത് കാരണം പേഷ്യൻറ്റിന് വേദന കുറയുന്നുണ്ടോ, വേദന കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ മരുന്നിൻ്റെ ഡോസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അതെല്ലാം അതിന് വേണ്ട എക്സ്പേർട്ടുള്ള ആൾക്കാർ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ സാധാരണഗതിയിൽ ഒരു IV ഫ്ലൂയിഡ് ഇടുന്ന പോലെ അത്ര സിമ്പിളല്ല, ഒരു പാരസ്റ്റമോൾ മരുന്ന് കൊടുക്കുന്ന പോലെയും സിമ്പിളല്ല ഇവിടെ വെച്ചത് ആയതുകൊണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കഷ്ടകാലത്തിന് രോഗി തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ അതവിടെ നിന്ന് വിട്ടുപോകുന്നുണ്ടോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കൃത്യമായ ഒബ്സർവേഷൻ ആവശ്യമുണ്ട്, കൃത്യമായ സാഹചര്യങ്ങൾ ആവശ്യമുണ്ട്, അതിനുവേണ്ട എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ സഹായം ആവശ്യമുണ്ട്. ഈ അനസ്തേഷ്യ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രസവം കഴിഞ്ഞതിന് ശേഷം രോഗി കുറേ നേരം അത് ആ മയക്കത്തിൽ തന്നെ അങ്ങനെ ഇരിക്കണോ? മയക്കുന്നേ ഇല്ല. പേഷ്യന്റ് പൂർണ്ണമായ ബോധം ഉണ്ടായിരിക്കും, ബോധത്തിലാണ് ചെയ്യുന്നത്. അതൊരു ബോധം കെടുത്തുന്ന പ്രശ്നമേ ഇല്ല, ഇത് ബോധം കെടുത്തുന്ന സംഭവമല്ല. പേഷ്യന്റ് ഫുള്ളായിട്ട് ബോധത്തോടുകൂടിയാണ് ചെയ്യുന്നത്. ഒരു തരി പോലും വേദന ഉണ്ടായിരിക്കില്ല. ഈ കുട്ടികളുടെ വെയിറ്റ്, പേഷ്യൻറ്റിൻ്റെ ശാരീരികാവസ്ഥ, ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇതിന് പരിഗണിക്കാറുണ്ടോ? ഇല്ല, കുട്ടികളുടെ വെയിറ്റ് പരിഗണിക്കാറില്ല. പേഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ റെയറായിട്ട് ചില ആളുകൾക്ക് രക്തം കട്ട പിടിക്കാതിരിക്കുന്ന അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മാത്രം, അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ വളരെ റെയറാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ മുന്നേ ഈ പറഞ്ഞ പോലെ PAC, പ്രീ അനസ്തെറ്റിക് ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു മാസം മുന്നേ വന്ന് അനസ്തീഷ്യോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അവർ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ പറയും. ആ ബ്ലഡ് ടെസ്റ്റ് എല്ലാം നോർമൽ ആണ് എന്നുണ്ടെങ്കിൽ എല്ലാ പേഷ്യൻസിനും കൊടുക്കാൻ പറ്റുന്നതാണ്. വളരെ റെയറായി മാത്രം എങ്ങാനും ഈ ടെസ്റ്റുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ മാത്രം അവർക്ക് മാത്രമാണ് ഇത് പറ്റാതിരിക്കുന്നത്. അത് വളരെ റെയറാണ്. ഇപ്പോൾ 1000-1 1,00,000 എന്ന രീതിയിൽ മാത്രമേ വരുന്നുള്ളൂ. ഇപ്പം ചില പ്രസവമൊക്കെ വൈകി പ്രസവിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോഴത്തെ ഒരു തലമുറയിൽ പലപ്പോഴും ലേറ്റ് പ്രഗ്നൻസി ഒക്കെ ഉണ്ട്. അങ്ങനെ ഈ പ്രായത്തിൻ്റെ എന്തെങ്കിലും? ഇല്ല, പ്രായത്തിന് ഒന്നും തന്നെ ഇല്ല. ഏത് പ്രായത്തിലും അതിനൊന്നും അത് ബാധിക്കുന്നില്ല, പ്രായത്തിനെ ബാധിക്കുന്നില്ല. അപ്പോൾ ഈ ഡോക്ടർ പറയുന്നത് ഈ വേദനരഹിത പ്രസവം ഓപ്ഷൻ ചെയ്യുന്നതിലൂടെ ഒരു കുഴപ്പവും ഇല്ല. കുഴപ്പമൊന്നുമില്ല. അത് പറഞ്ഞ പോലെ വിദഗ്ധരായ ആളുകളുടെ വേണ്ട സാഹചര്യങ്ങളെല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ, ഞാൻ പറഞ്ഞ പോലെ ഇതൊരു സിമ്പിളായൊരു പ്രൊസീജിയർ അല്ല. എക്സ്പേർട്ട് ഹാൻഡ്സ്, എക്സ്പേർട്ട് ഒപ്പീനിയൻ, വേണ്ട സാഹചര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇത് കോംപ്ലിക്കേഷൻ ഒന്നുമില്ലാതെ നോർമൽ ചെയ്യാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഏതെങ്കിലും സ്ഥലത്ത് എവിടെയെങ്കിലും പോയി ചെയ്യാവുന്നൊരു സംഭവമല്ല. ഈ പ്രഗ്നൻസി പീരീഡിൽ തുടക്കം മുതൽ ചെക്കപ്പിന് വന്നു തുടങ്ങുന്നുണ്ടല്ലോ ഈ പേഷ്യൻസ്. ആ സമയം മുതൽ തന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻ അവർക്ക് നൽകുന്നുണ്ടോ? ആ സമയം മുതൽ നടക്കുന്നുണ്ടാവില്ല. ഏകദേശം ഒരു 32 ആഴ്ച കഴിയുമ്പോഴായിരിക്കും പറയുന്നുണ്ടായിരിക്കുക. കാരണം എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, പേഷ്യൻ്റ് വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രസവത്തിന് അഡ്മിറ്റ് ആവുന്ന സമയത്ത്
പേഷ്യൻ്റ് വേദന വരിക എന്ന് പറയുക, വേദന ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഗർഭപാത്രം വികസിക്കുന്ന 5 സെൻറ്റിമീറ്റർ വരെ വികസിക്കുന്ന സമയത്താണ് സാധാരണഗതിയിൽ നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യാറുള്ളത്. അപ്പോൾ അതിന് മുന്നേ പറയാം, ആ അഡ്മിഷൻ, അതായത് ലാസ്റ്റ് ഡെലിവറിക്ക് വരുന്ന അഡ്മിഷനിലായിരിക്കും പറയുന്നുണ്ടാവുക, അല്ലെങ്കിൽ തൊട്ട് മുന്നേ നമുക്ക് പറയാം. പക്ഷേ ചില ആൾക്കാർ ഇത് വായിച്ചറിഞ്ഞതിന് വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ ഗൂഗിളായാലും യൂട്യൂബ് ആയാലും എല്ലാം ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്. അവർക്ക് നമുക്ക് മുൻകൂട്ടി ഓപ്ഷൻ കൊടുക്കാം. അറിയാത്ത ആൾക്കാർക്ക് ഇവിടെയുള്ള ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് വഴി ബന്ധപ്പെട്ടാൽ വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെൻറ്റുമായി യോജിച്ച് ചെയ്യുന്നതാണ്. ഈ വേദനരഹിത പ്രസവത്തിന് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്ന അതുമായി ബന്ധപ്പെട്ട് പിന്നീട് മരുന്നുകളൊന്നും ഇല്ല, പിന്നീട് ഒരു മരുന്നുകളൊന്നും തരുന്നില്ല. അപ്പോൾ സാധാ ഒരു പ്രൊസീജിയർ തന്നെയാണ് ഇത്. കുറഞ്ഞ നേരത്തേക്ക് മാത്രമുള്ള പ്രസവം സുഖകരമാക്കുക എന്ന് മാത്രമാണ്. അതിനുശേഷം നമ്മൾ എടുത്തു കളയുന്നു. പിന്നെ മരുന്നുകളില്ലാതെ കൂടെ ഒന്നും തരുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഈ ഇങ്ങനെ ഒരു വേദനരഹിത പ്രസവത്തിന് അനസ്തേഷ്യ നൽകുന്നവർ പിന്നീട് യൂട്രസ് പ്രോബ്ലംസ് അങ്ങനെ എന്തെങ്കിലും ഇല്ല, അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല. അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, കാര്യമില്ലാതെ. ഏതായാലും നമുക്ക് വളരെ ഒരു അറിവ് പകരുന്ന ടോപ്പിക്കാണ് അല്ലേ. ഇപ്പോൾ പ്രഗ്നൻസി പീരീഡിലേക്ക് എത്തുന്ന ആളുകൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് ആലോചിക്കാവുന്ന ഒരു വിഷയവും കൂടിയാണ്. ഇപ്പോൾ വേദനരഹിത പ്രസവം ആവശ്യമുള്ള, വേദന ഇല്ലാതെ പ്രസവിക്കണമെന്നുള്ള ആളുകൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനായിട്ടാണ് ഇപ്പോൾ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അർജുൻ അദ്ദേഹം നമുക്ക് ഒരു വലിയ വിവരം അതിനെക്കുറിച്ച് നൽകിയത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കാരണം പ്രേക്ഷകരുടെ സംശയങ്ങൾ എനിക്ക് തോന്നിയത് ഞാൻ ചോദിച്ചതെന്ന് മാത്രം. അപ്പോൾ അതിനുള്ള കൃത്യമായ മറുപടി അദ്ദേഹം നൽകി. അപ്പോൾ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം പങ്കെടുത്ത ആരോഗ്യ ദർശനത്തിൽ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ അനസ്തേഷ്യോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അർജുൻ അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് നന്ദി. മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.